ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ദീപാവലിയൊക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്നും കരുതുന്നു. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒരു ഓറഞ്ച് പിടിച്ചു വെച്ചാണ് ഇരിക്കുന്നത്. എന്തായിരിക്കും നിങ്ങൾ ഈ ഓറഞ്ച് പിടിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും അന്തപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു നിങ്ങളാരും മനസ്സിൽ വിചാരിക്കാത്ത ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. വേറൊന്നുമല്ല, പോളയാണ്. പോള എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം കേട്ട് കാണില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് കേക്കിൻ്റെ ടെക്സ്റ്റിലിരിക്കും, പക്ഷേ കേക്കല്ല. കേക്കിന് നമ്മൾ മാവും ഒക്കെ ഒരുപാട് നമ്മൾ വളരെ ഏകദേശം ഒരു കപ്പ് അരക്കപ്പൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഈ പോളയ്ക്ക് അങ്ങനെയല്ല. നമ്മൾ വളരെ കുറച്ച് മാവ് ഉപയോഗിച്ച് മുട്ടയുടെ ഇത് കൂട്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഐറ്റമാണ് പോള എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓറഞ്ച് വെച്ചാണ് ചെയ്യുന്നത്. ഈ ഒറ്റൊരു ഓറഞ്ച് കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓറഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ, കഴിക്കുമോ എന്നൊക്കെ ഒരുപാട് സംശയമുണ്ട്. പക്ഷേ അതൊന്നും ഉണ്ടാവില്ല. അത് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഇത് ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് ഇത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് കേട്ടോ. ഒറ്റ കയ്പോ അങ്ങനെ ഒന്നുമില്ലാതെ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡ പൗഡറാണ്, ബേക്കിംഗ് പൗഡറല്ല. പിന്നെ ഒരു 1/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ കൂടുതൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓറഞ്ച്, ഈ ഒരു സൈസിലുള്ള ഒരു ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4 മുട്ട, ചെറുതാണെങ്കിൽ ഒരു 5 എടുക്കണേ. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് പാൽപ്പൊടിയാണ്. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഞാൻ ഓറഞ്ച് ക്രഷാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കിയ ഓറഞ്ച് ക്രഷാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത് തന്നെ ഈ ഓറഞ്ച് ക്രഷ് ഉണ്ടാക്കിക്കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി ഓറഞ്ച് ഒന്ന് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തൊലിയൊന്നും മാറ്റണ്ട, ഇങ്ങനെ തന്നെ നമുക്കൊന്ന് കുക്കറിലേക്കൊന്ന് മാറ്റിയിട്ട് അത് നനയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് ഗ്യാസ് സ്റ്റൗവിലോട്ടൊന്ന് മാറ്റാം. ഇതൊരു 3 വിസിൽ വരത്തക്കാണ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഓറഞ്ച് തൊലിയൊന്നും മാറ്റാതെ നമ്മൾ ഇങ്ങനെ കുക്കറിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കയ്ക്കില്ലേ, നമ്മൾ ചെയ്തെടുക്കുന്ന പോളൊക്കെ കയ്ക്കില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, നമ്മളിത് ചെയ്തെടുത്ത് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ 3 വിസിലാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അത് തണുക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് സ്റ്റാൻഡ് മിക്സറിലേക്ക് 4 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാമേ. ഒപ്പം തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ സ്റ്റാൻഡ് മിക്സർ ഉള്ളതുകൊണ്ട് അതിലോട്ട് മാറ്റിയതാണ്. ഇല്ല എങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഈ ഓറഞ്ച് ഒന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ മുട്ടയും കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചാൽ മതി. അതാണ് പോളയ്ക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ അധികം അങ്ങനെ ഭയങ്കരമായിട്ട് ഫ്ലഫി ആവേണ്ട ആവശ്യമൊന്നും പോളയ്ക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ പഞ്ചസാര കൂടെ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് നല്ല ഫ്ലഫി ആയിട്ടാണ് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പോളയും കേക്കായിട്ട് നല്ലൊരു വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ പോളയ്ക്ക് നമ്മൾ വളരെ കുറച്ച് മാവേ ചേർക്കുള്ളൂ, പക്ഷേ കേക്കിന് നമ്മൾ അത്യാവശ്യം 1 കപ്പൊക്കെ മാവ് ചേർക്കാറുണ്ട്. ഇതാ ഇവിടെ ഇപ്പോൾ ഓറഞ്ച് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇനി അത് പതിയൊന്ന് നമ്മൾ പൊളിച്ചെടുത്തിട്ട് ഇതിൽ കുരു ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് നമ്മൾ നോക്കേണ്ടത്. അതൊന്ന് കുരു എനിക്ക് അങ്ങനെ ഇല്ലാത്തതാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കുരു ഇല്ല. ഞാൻ എന്തായാലും തപ്പി നോക്കുകയാണ് ഉണ്ടോ ഇല്ലെന്ന്. കുരു പെട്ടാൽ അത് നന്നായിട്ട് കയ്ക്കും. അതുകൊണ്ട് കുരു മാറ്റണേ. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനൊന്ന് അതിൻ്റെ തൊലി കൂടെ ഒന്ന് ഇടുകയാണ്. അപ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ധൈര്യമായിട്ട് തൊലി ചേർക്കാം കേട്ടോ. കഴിക്കൊന്നുമില്ല അങ്ങനെ. അപ്പോൾ എന്തായാലും അവിടെ ബീറ്റിംഗ് നടക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെയൊക്കെ തപ്പി നോക്കുകയാണ് കുരു ഉണ്ടോ പെട്ടിട്ടുണ്ടോയെന്നാണ്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. എന്തായാലും ഞാനിപ്പോൾ അത് കംപ്ലീറ്റും ആ ഒരു ഓറഞ്ച് തൊലിയും എല്ലാം കൂടെ ഒന്ന് ഇടുകയാണ്. അല്പം ആടെ മാത്രമേ ഉള്ളൂ, അതൊന്നും നമുക്ക് മാറ്റിക്കളയാം. അപ്പം നല്ലൊരു ഇതായിരിക്കും, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അല്പം അതിൻ്റെ നീരും കൂടെ ചേർത്ത് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. ഇവിടെ ബീറ്റിംഗ് നടക്കുകയാണ്, അതവിടെ നടക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഓറഞ്ചും തൊലിയായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ച് കൊണ്ടുവരാം. ഇതാ ഞാനിവിടെ ഇപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു കണക്കാണ്, നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ ഇപ്പോൾ ഏകദേശം ബീറ്റിങ്ങും ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് അങ്ങനെ തന്നെ നമുക്ക് ഈ നമ്മുടെ ആ മുട്ടയുടെ കൂട്ടിലോട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ മിക്സിയിലാണ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് അരച്ചതിന് ശേഷം അതിൽ കൂടെ മുട്ട ചേർത്താൽ മതി. ചേർത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചേർത്ത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓറഞ്ച് ക്രഷ് ഇവിടെ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ വീട്ടിലുള്ള ഓറഞ്ചാണ്, ഉണ്ടാക്കിയ ക്രഷാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറുടെ ഒരു മധുരം കൂടെ കിട്ടട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് ഏകദേശം ഒരു ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ വരും. അത്രയും കൂടെ ചേർത്ത് ഇപ്പോൾ കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ ഏറ്റവും നന്നായിരിക്കും കേട്ടോ. നല്ലൊരു ഇതായിരിക്കും. കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എടുത്താൽ അത് ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാൽപ്പൊടി എടുത്ത് ചേർക്കുകയാണ്. അപ്പോൾ പാൽപ്പൊടി ചേർത്ത് അത് കഴിഞ്ഞ് ഒന്ന് ബ്ലെൻഡായി വന്നപ്പോഴത്തേക്കും ഞാൻ ആ മൈദയും
പിന്നെ ബേക്കിംഗ് പൗഡറും കൂടെ ഒരുമിച്ച് അങ്ങ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു 6 ഇഞ്ച് ടിന്നിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്, പിന്നെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധനം പേപ്പറൊന്നും ഇടാറില്ല, ഇതുപോലെ ഡസ്റ്റ് ചെയ്താണ് എടുക്കാറ്. ഞാൻ ഇതിൽ തന്നെയാണ് ഇനി ഓവൻ സെറ്റപ്പിലാണ് ചെയ്യുന്നത്. അതും പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഈ പോളയുടെ ടെക്സ്ചർ ഇരിക്കാറ് കേട്ടോ. അല്ലാതെ കേക്ക് പോലെ അങ്ങനെ ഭയങ്കര ഇതായിട്ടല്ല. ഈ ഒരു ഇതിന് മുട്ടയാണല്ലോ നമുക്ക് കൂടുതൽ, മൈദ കുറവാണ്. അപ്പോൾ ഈ ഒരു കണക്കിനാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം ഞാനിപ്പോൾ ഒന്ന് ഓവൻ സെറ്റപ്പിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു ഏകദേശം ഒരു ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 40 മിനിറ്റൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഈ ഒരു കണക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പൊങ്ങി വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് നട്ട്സും കിസ്മിസും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതുകൂടെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് ഇനി ഒരു ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ പൊങ്ങി വന്നതൊക്കെ ജസ്റ്റ് അങ്ങ് താന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയാണ് കൂടുതൽ, അപ്പോൾ അതിൽ വേറെ ഒന്നും സംഭവിക്കാനില്ല. ഇതിങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. നമ്മൾ ചെയ്ത് വരുമ്പോൾ എപ്പോഴാണ് ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് കുത്തി നോക്കാം, അത് വെന്തിട്ടുണ്ടോ നോക്കി, അത് മാത്രം നോക്കിയാൽ മതി. എന്തായാലും വെന്തിട്ടുണ്ടെന്ന് മനസ്സിലായി. സൈഡൊക്കെ നമുക്ക് അങ്ങനെ ഒരു ബ്രൗൺ കളർ ഇരിപ്പുണ്ട്. ഇതൊന്ന് തണുത്തോട്ടെ കേട്ടോ. ഒരു മണിക്കൂറിന് ശേഷം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് സൈഡൊക്കെ ഒന്ന് വെടിവെക്കുകയാണ്. സൈഡ് വെടിവെച്ചാൽ നമുക്കൊന്ന് ഒരു സ്പാച്ചിലുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇളവി വരും കേട്ടോ. ഇനി നമുക്കൊന്ന് പതിയെ ഒന്ന് ഡീമോൾഡ് ചെയ്യാം. അപ്പം ഇതിൽ നോക്കേണ്ടത് ഇപ്പം നമുക്ക് ഇങ്ങനെ താഴ്ന്ന് തന്നെ ഇരിക്കും. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, താഴ്ന്ന് തന്നെ ഇരിക്കുകയുള്ളൂ. കാരണം വെച്ചാൽ മുട്ടയാണ്, കൂടുതലും മുട്ടയാണ്. ഒരല്പം ഒന്ന് സൈഡിലത്താണ് ഞാനിപ്പോൾ അങ്ങ് മാറ്റിയത്. ഇന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് എങ്ങനെ ഇരിക്കും അതിൻ്റെ ടെക്സ്ചർ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പീസ് അതുപോലെ ഒന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. ഈ ഒരു കണക്കിനാണ് പോളയുടെ ടെക്സ്ചർ. അല്ലാതെ കേക്ക് പോലെ ഇങ്ങനെ ഹോൾസ് ആയിട്ടൊന്നും ഇരിക്കില്ല, ഇതുപോലെ ഇരിക്കും. ഞാനൊന്ന് മുറിച്ച് നോക്കുകയാണ്. കറക്റ്റായിട്ട് നമുക്ക് മുറിഞ്ഞും വരുന്നുണ്ടല്ലോ. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്റ്റ്. ഞാൻ അല്പം ഒന്ന് കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ മധുരമൊക്കെ കറക്റ്റാണ്. ഞാൻ പറഞ്ഞ ആ 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കറക്റ്റാണ്. അതുപോലെ ഓറഞ്ചാണ് മുഴുവനും നിൽക്കുന്നത്. അത് ഞാനിപ്പം ആ ഓറഞ്ചിൻ്റെ ക്രഷ് ചേർത്തത് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്ലം കേക്ക് കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഇതിൽ എടുത്തു വരേണ്ട ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയതാണ്. നിങ്ങൾ ഒരിക്കലും പാല് ചേർക്കരുത് കേട്ടോ. ഓറഞ്ച് ജ്യൂസും പാലും കൂടെ ചേർത്ത് അത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് പാൽപ്പൊടി തന്നെ എടുക്കണം കേട്ടോ. ഈ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഓർത്ത് പറഞ്ഞത്. അപ്പം പാൽപ്പൊടി മാത്രമേ എടുക്കാവൂ, പാൽ ഒരിക്കലും എടുക്കരുത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം. ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് നന്നായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും. അപ്പം ഇത് വലിയവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം എന്തായാലും കൊച്ചുമക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ റെസിപ്പി മുഴുവനും. എന്തായാലും ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.